إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബന്ധങ്ങൾക്ക് അതീവ പവിത്രതയും ഗൗരവവും നൽകിയ മതമാണ് ഇസ്ലാം. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, ഏറ്റവും ഗൗരവമുള്ള ഒന്നായിട്ടാണ് കുടുംബ ബന്ധത്തെ പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഒരു മുഅ്മിനിന്റെ വിശ്വാസം, അവൻ്റെ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ പോലും അവൻ കുടുംബബന്ധം ചേർക്കുന്നവനാകണം എന്ന് പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. ومن كان يؤمن بالله واليوم الآخر فليصل رحمه. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. മാത്രമല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതൊരു കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, അഫ്ശുസ്സലാം,
നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം പറയുന്നത് വർദ്ധിപ്പിക്കുക. വഅത്ഇമു ത്വആം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണങ്ങൾ നൽകുക, ആളുകളെ ഭക്ഷിപ്പിക്കുക. വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എണീറ്റ് നമസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. മാത്രമല്ല, കുടുംബബന്ധം അത് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ആ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത അവസ്ഥകളിൽ, വ്യത്യസ്ത രൂപത്തിലായിരിക്കും കുടുംബബന്ധം ചേർക്കുന്നത്. ചില സമയത്ത് അവരെ വീട്ടിൽ പോയിട്ട് വിസിറ്റ് ചെയ്യലായിരിക്കും കുടുംബബന്ധം ചേർക്കൽ. ഇതായിരിക്കും പലപ്പോഴും കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും വരിക. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിൽ പോയിട്ട് ഓരോന്നിങ്ങനെ കാണുക, ഒരു ഭക്ഷണം കഴിച്ച് പിരിയുക എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല, അവരെ ചിലപ്പോൾ നേരിട്ട് പോയി കാണാൻ പറ്റാത്ത സമയത്ത് ഒരു ഫോൺ വിളിയായിരിക്കും ആ ബന്ധം ചേർക്കൽ. ചില സമയത്ത് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ ചിലപ്പോൾ അവരെ സഹായിക്കലായിരിക്കും കുടുംബബന്ധം ചേർക്കൽ. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കലുമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഹകീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അന്ന റജുലൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സ്വദഖാത്ത് അയ്യുഹാ അഫ്ദൽ, സ്വദഖകളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ദിർറഹമിൽ കാശിഹ്, തനിക്ക് ഏറ്റവും ശത്രുതയുള്ള, തനിക്ക് ഏറ്റവും ഉണ്ടാക്കുന്നതായ, തന്നെ ഏറ്റവും കൂടുതൽ കോപിപ്പിക്കുന്നവനായിട്ടുള്ള, ദേഷ്യം പിടിപ്പിക്കുന്നവനായിട്ടുള്ള ഒരു കുടുംബക്കാരൻ, അവന് സ്വതക്ക കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായത് എന്ന്. അതായത് സാധാരണ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നവരെ ഇങ്ങോട്ട് എങ്ങനെയാണോ ഞാൻ അങ്ങനെ അങ്ങോട്ടായിരിക്കും എന്നാണ് പറയാറ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ്, അങ്ങനെയുള്ള നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് സ്വതക്ക കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായ സ്വതക്ക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇനി അതിൻ്റെ അപ്പുറത്ത് ചില സമയത്ത് അവര് ശരീര പാതയിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഉപദേശങ്ങൾ നൽകുക എന്നുള്ളതും സിലത്തുർ റഹിമിന്റെ ഭാഗമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒന്നാമത്തെ പാഠവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് കൽപ്പന വരികയാണ്, വഅൻദിർ അശീറതകൽ അഖറബീൻ, താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാർക്ക് താക്കീത് നൽകുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറയുകയാണ്, യാ ബനി കഅബ് ഇബ്നു ലുഅയ്, കഅബ് ഗോത്രക്കാരെ, അൻഖിദു അൻഫുസകും മിനന്നാർ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണികൾ എടുക്കുക. വീണ്ടും വിളിക്കുകയാണ്, യാ ബനി മുർറത ബിൻ കഅബ്, ബനു മുർറ ഗോത്രക്കാരെ, അൻഖിദു അൻഫുസകും മിനന്നാർ, യാ ബനി അബ്ദി ശംസ് അൻഖിദു നഫ്സകും മിനന്നാർ, യാ ബനി അബ്ദി മനാഫ് അൻഖിദു അൻഫുസകും മിനന്നാർ, യാ ബനി ഹാഷിം, ഹാഷിം കുടുംബമേ, നിങ്ങളും നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പണികൾ എടുക്കുക. യാ ബനി അബ്ദുൽ മുത്തലിബ്, പിന്നീട് സ്വന്തം കുടുംബത്തെങ്ങനെ ഏറ്റവും മേലെ നിങ്ങനെ ആരംഭിച്ച് ദൂരെയുള്ള കുടുംബക്കാർ ഓരോരുത്തരെ വിളിച്ചിട്ട് അവസാനം അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ എടുക്കുക. അവസാനം വിളിക്കുന്നുണ്ട്, യാ ഫാത്തിമ, എൻ്റെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൻഖിദി നഫ്സകി മിനന്നാർ. ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് രക്ഷ കിട്ടൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പണികൾ എടുക്കുക എന്ന്. ഇത് നമുക്ക് വലിയൊരു പാടാ തരുന്നത്. പലപ്പോഴും ഇന്ന ആളുടെ വേക്കിൽ നടന്നാൽ, അല്ലെങ്കിൽ ഇന്ന ഉസ്താദിന്റെ ആളാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന ആളുടെ മുരീദാണെന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവിൻ്റെ അടുത്തൽ ചോദ്യം പോലും ഉണ്ടാവില്ല എന്നൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ ഇതൊരു പാടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം മോളെ വിളിച്ചിട്ട് പറയാണ്, അൻഖിദി നഫ്സകി മിനന്നാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രങ്ങളൊക്കെ വിഷയത്തിൽ നമുക്ക് പാടാണ്. അപ്പോൾ കുടുംബക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് അവരോട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, ചീത്ത കാര്യങ്ങളിൽ നിന്ന് അവരെ വിരോധിക്കുക എന്നുള്ളതും കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അതുകൊണ്ടുള്ള ഒരുപാട് നേട്ടങ്ങളുണ്ട്.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ സർറഹു അൻ യബ്സുത ലഹു ഫീ റിസ്ഖിഹി ഔ യൻസഅ ലഹു ഫീ അഥരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും തനിക്ക് റിസ്ക്, ഉപജീവനം വർദ്ധിക്കണമെന്നും അതുപോലെ തന്നെ തനിക്ക് ആയുസ് വർദ്ധിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫൽയസിൽ റഹിമഹു, അവനവന്റെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ വീണ്ടും കാണാൻ സാധിക്കും, തഅല്ലമൂ മിൻ അൻസാബിക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പരിചയപ്പെടുക, നിങ്ങളുടെ പിതാക്കന്മാരെ, പിതാമഹന്മാരെ, അവരുടെ കുടുംബ പരമ്പര നിങ്ങൾ പഠിച്ചു വെക്കുക. ആപ്പാന്റെയും വല്ലിപ്പാന്റെയും പേര് മാത്രമല്ല, അവരുടെ ബാക്കിലേക്കുള്ളവരുടെ കുറിച്ചു വിശദമായി നമ്മൾ പഠിച്ചു വെക്കുക. തസിലൂന ബിഹി അർഹാമക്കും, അങ്ങനെ ആരൊക്കെയാണ് നമ്മുടെ കുടുംബക്കാരി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ ശേഷം അവിടെയുള്ള ചില ഗോത്രക്കാർ ഇതെന്റെ അമ്മാവന്മാരാണെന്ന് പറയുന്നുണ്ട്. ഇതെന്റെ അമ്മാവന്മാരാണ്. എന്താണ് പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പ അബ്ദുൽ മുത്തലിബ്, അദ്ദേഹത്തിന്റെ ഉമ്മ, അതായത് വല്ലിപ്പയുടെ ഉമ്മ അവിടെ നിന്ന് വന്നവരാണ്, ബനു നജ്ജാർ ഗോത്രക്കാരാണ്. ആ ബനു നജ്ജാർ ഗോത്രക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പോകുന്ന സമയത്ത് പറയുന്നുണ്ട് ഇതെന്നെ അമ്മാവന്മാരാണ് എന്ന്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ കുറച്ച് ദൂരം കൂടിയിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മുടെ കുടുംബക്കാരെ പരിചയപ്പെടുക എന്നുള്ളത്, പ്രത്യേകം പ്രവാസികൾ എന്നുള്ള നിലക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ അടുത്ത കുടുംബക്കാരെ പോലും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റോളാണ്, നമ്മുടെ ബാധ്യതയാണ് അത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുടുംബക്കാരെ പരിചയപ്പെടുകയും പഠിപ്പിക്കുകയും അവരുടെ പരമ്പരകൾ മനസ്സിലാക്കുകയും ചെയ്യുക. കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത് കുടുംബത്തിൽ സന്തോഷവും സ്നേഹവും ഉണ്ടാക്കുന്നതാണ്. അത് റിസ്ക് വർദ്ധിക്കാനും അതുപോലെ തന്നെ ആയുസ് വർദ്ധിക്കാനും എല്ലാം കാരണമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേർത്ത് പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, നേരത്തെ പറഞ്ഞതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് പറയാം. പലപ്പോഴും നമ്മളോട് നല്ല രൂപത്തിൽ നിൽക്കുന്നവരോട് നല്ല രൂപത്തിൽ അങ്ങോട്ട് നിൽക്കും, അല്ലാത്തവരോട് ഇങ്ങോട്ട് വലിയ നല്ല രൂപത്തിലൊന്നല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ അവനോടും എന്ന് പറയുന്നത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ പകരം കൊടുക്കലല്ല, ഇങ്ങോട്ട് എന്ത് കിട്ടിയോ അതേപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കലല്ല. വലാകിനിൽ വാസിലു അല്ലദീ ഇദാ ഖുതിഅത് റഹിമുഹു വസലഹ, ഇങ്ങോട്ട് ആരെങ്കിലും പ്രയാസപ്പെടുത്തുമ്പോഴും ഇങ്ങോട്ട് കുടുംബബന്ധം മുറിക്കുമ്പോഴും ചില ആളുകളുണ്ടാവും, എത്ര അങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറിയാലും ഇങ്ങോട്ട് മോശമായിട്ടായിരിക്കും. അവരോട് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളതാണ് യഥാർത്ഥ കുടുംബബന്ധം ചേർക്കൽ എന്ന രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഹദീസുകളൊക്കെ ഇനിയും ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമ്മുടെ കുടുംബക്കാർ, അവരുമായിട്ടുള്ള ബന്ധം പുലർത്തുന്നത്, അത് കൂട്ടിച്ചേർത്ത് ഇണക്കി കൊണ്ടുപോകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ പേര് റഹ്മാൻ എന്നുള്ള പേര്, റഹിം എന്നുള്ള കുടുംബബന്ധം എന്നുള്ള പേരും, കുടുംബബന്ധം എന്നുള്ള പദം അത് ഇതിൽ നിന്ന് ഇസ്തിഖാഖ് ചെയ്തതാണ്, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അത്രത്തോളം പ്രാധാന്യമാണ് കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗൗരവത്തോടു കൂടി അതിനെ കാണാനും അത് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه ومن استنى بسنته إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഒരിക്കൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ ഫضല് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ അത് വിച്ഛേദിക്കുന്നതിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദി വതുഖത്തിഉ അർഹാമക്കും. നിങ്ങൾക്ക് ഭൂമിയിൽ ആധിപത്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുടുംബബന്ധം വിച്ഛേദിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹ്, അവർക്ക് ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമ്മഹും വഅഅമാ അബ്സാറഹും, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലഅനത്തുണ്ട്, ശാപമുണ്ട് എന്ന് പറഞ്ഞത്. അഥവാ അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരാണവർ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. രണ്ട്, വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസ്വാഹിബിഹിൽ ഉഖൂബത ഫിദ് ദുനിയാ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറതി മിനൽ ബഗ്യി വഖതിഅതിർ റഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന്, പരലോകത്തുള്ള ശിക്ഷയ്ക്ക് പുറമെ ഭൂമിയിൽ നിന്ന് തന്നെ പെട്ടെന്ന് ശിക്ഷ നടപ്പിൽ വരുത്തുന്ന തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി പറഞ്ഞതിൽ ഒന്ന് ഖതിഅത്തുർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നതാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുടുംബബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപ്പയുടെ അതുപോലെ തന്നെ ഉമ്മയുടെ കുടുംബക്കാരെ മാത്രമല്ല ആലോചിക്കണം, നമ്മുടെ ഉപ്പയൊക്കെ നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരും. അപ്പോൾ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും നമ്മുടെ ഒന്നാമത്തെ ബാധ്യത. ബാക്കിയുള്ള എല്ലാ കുടുംബക്കാരോടും നന്നായിട്ട്, ഉമ്മാനോടും ഉപ്പാനോടും മാതാപിതാക്കളോട് മോശമായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കിയാണ്, പാടത്ത് പണിയെടുത്തതിന് വരമ്പത്ത് കൂലി കിട്ടുന്ന ആ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അതിനുള്ള ശിക്ഷ കിട്ടുന്ന, ഇതിന്റെ ശിക്ഷ, കുടുംബബന്ധം മുറിക്കുന്നവരുടെ ശിക്ഷ പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലും നടപ്പാക്കും, ബാക്കി പരലോകത്തും അവർക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബബന്ധം ചേർക്കുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് റബ്ബ് അവൻ്റെ റഹ്മത്ത് കൊണ്ട് തുറവിയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.